നമസ്കാരം. സാംസ്കാരിക വാർത്തകൾ. ജിദ്ദ നവോദയ യാംബു ഏരിയ അംഗത്വ ക്യാമ്പയിന് തുടക്കമായി. നവോദയയിൽ അംഗമാകൂ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകൂ എന്ന സന്ദേശമുയർത്തി ജിദ്ദ നവോദയ സംഘടിപ്പിക്കുന്ന 2024 അംഗത്വ ക്യാമ്പയിന്റെ ഭാഗമായാണ് പരിപാടി നടന്നത്. 3.5 പതിറ്റാണ്ടായി പ്രവാസം നയിക്കുന്ന ഷാജഹാൻ റാവുത്തർക്ക് ആദ്യ അംഗത്വ കാർഡ് ജിദ്ദ നവോദയ വൈസ് പ്രസിഡന്റ് അജോ ജോർജ് നൽകി. ഏരിയ സെക്രട്ടറി സിമ്പിൾ ഡേവിഡ് പാവറട്ടി സ്വാഗതവും ഏരിയ ട്രഷറർ ശ്രീകാന്ത് നീലകണ്ഠൻ നന്ദിയും പറഞ്ഞു. യാംബു ഏരിയയ്ക്ക് കീഴിലുള്ള വിവിധ യൂണിറ്റുകളിലെ പ്രവർത്തകർ ചടങ്ങിൽ സംബന്ധിച്ചു. വിനോദസഞ്ചാര വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അജ്മാൻ ഹാഫ് മാരത്തോണിന് മികച്ച പ്രതികരണം. വിവിധ പ്രായത്തിലുള്ള 1200-ലധികം മത്സരാർത്ഥികൾ പങ്കെടുത്തു. അജ്മാൻ സഫിയ പാർക്കിനോടനുബന്ധിച്ച് നടന്ന പരിപാടിയിൽ 4 കാറ്റഗറികളിലായാണ് മത്സരം അരങ്ങേറിയത്. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് 21.1 കിലോമീറ്റർ ദൂരവും 14 വയസ്സിന് മുകളിലുള്ളവർക്ക് 10 കിലോമീറ്റർ ദൂരവും, ഇതേ പ്രായ വിഭാഗക്കാർക്കായി 5 കിലോമീറ്റർ ദൂരവും 8 വയസ്സിന് മുകളിലുള്ളവർക്കായി 2.8 കിലോമീറ്റർ ദൂരവുമാണ് മത്സരം നടന്നത്. 1-ാം സ്ഥാനം 3000 ദിർഹം, 2-ാം സ്ഥാനം 2000 ദിർഹം, 3-ാം സ്ഥാനം 1000 ദിർഹം എന്നിങ്ങനെയാണ് വിജയികൾക്കുള്ള സമ്മാനത്തുക. രാജ്യം ഏഷ്യൻ കപ്പ് ഫുട്ബോൾ മാമാങ്കത്തിന്റെ കിക്ക് ഓഫീസിൽ മുഴക്കത്തിന് കാത്തിരിക്കെ തൊട്ടു പിന്നാലെ ലോക നീന്തൽ താരങ്ങൾ മാറ്റുരയ്ക്കുന്ന ലോക അക്വാറ്റിക്സ് ചാമ്പ്യൻഷിപ്പും വെളിപ്പാടകലെ മാത്രം. ദോഹ 2024 അക്വാറ്റിക് ചാമ്പ്യൻഷിപ്പിന് രാജ്യം സജ്ജമായി കഴിഞ്ഞതായി 1 മാസ കൗണ്ട്ഡൗണിന്റെ ഭാഗമായി നടന്ന വാർത്താ സമ്മേളനത്തിൽ അധികൃതർ വ്യക്തമാക്കി. ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങളുമായി വർഷങ്ങളായി പ്രധാന നീന്തൽ ചാമ്പ്യൻഷിപ്പുകൾക്ക് വേദിയാകുന്ന നഗരമെന്നതിനാൽ ലോക അക്വാറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് വിജയകരമാകുമെന്ന് സംഘാടകർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക. news@pravasibharati.com അല്ലെങ്കിൽ pravasibharati.radio@gmail.com. സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും UAE ഒമാൻ സമയം രാവിലെ 10:30, സൗദി, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ് സമയം രാവിലെ 9:30, ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണിക്ക്. നമസ്കാരം.